ഒരു ബൈക്ക് കഷ്ടിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴി ചെന്നിറങ്ങുന്ന സ്ഥലം നോക്കണേ. നമ്മൾ KFCയുടെ ഓർഡർ കിട്ടി. KFCയിൽ എപ്പോഴും കുറച്ച് ലേറ്റാണ് കേട്ടോ. അത് അപ്പൂപ്പൻ്റെ കടയിനെ കൊണ്ടാണ്, പ്രായമില്ല, അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. 136 രൂപ. ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം. 1000. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 12 മണിക്കൂറാണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ അടിച്ചു. 12 മണിക്ക് ഇറങ്ങി 12:33 കേട്ടോ ആദ്യത്തെ ഓർഡർ അടിച്ചത്. നമ്മളെ ഡ്രീംസ് മാളിലെ KFCയിലാണ്. മാൾ ഇതുവരെ ഓപ്പൺ ആയില്ല, ഒരുപാട് പണി ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ KFC ഓപ്പൺ ആയിട്ടുണ്ട്, അതിലാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സാധനം പോയി എടുത്തുകൊണ്ട് വരാം. ഇവിടെയാണ് ഗൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത്. കൊല്ലത്തെ ആദ്യത്തെ ലുലു ഇതിനകത്താണ്. പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ HP വേൾഡിൻ്റെ ഒരു ഷോപ്പുണ്ട്, അതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. KFC ഓപ്പണായി കേട്ടോ. KFC ഓപ്പണായിട്ട് കുറേ നാളായി, 1-2 മാസമായി. ഈ KFCക്കാർ റെഡിയൊക്കെ കൊടുക്കും, ഓർഡർ റെഡിയായിരുന്നു, പക്ഷേ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോട്ട് റെഡി എന്ന് എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. എന്താണ് ഡ്രീംസ് മാൾ. എനിക്ക് തോന്നുന്നു ലുലു ഇവിടെ ആയിരിക്കും വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുമല്ലോ ഹൈപ്പർ മാർക്കറ്റ്. 3108 ഐറ്റം. പെരി പെരി 10 പീസ് ചിക്കൻ. അടിപൊളി ഇൻറ്റീരിയറൊക്കെ ആണ് കേട്ടോ. ഉള്ള പൊളി. മേലോട്ട് കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ എല്ലാം ഇത് ഇട്ടേക്കണം, താർപ്പോളി ഇട്ടേക്കണം കേട്ടോ, ടൈല് കേടാവാതിരിക്കും. അത്യാവശ്യം വല്ല ഉണ്ട് അല്ലേ? ഉണ്ടുണ്ട്. ഇത് ലുലുവിൻ്റെ കണക്റ്റാന്ന് തോന്നുന്നു. ലുലു കണക്റ്റും ഉണ്ട്. അപ്പോൾ താഴെ മേലും ആയിരിക്കും ലുലു. പണികൾ നടക്കുന്നേ ഉള്ളൂ, ഒന്നും ആയില്ല കേട്ടോ. ഈ വർഷം അവസാനം ആവും. നമ്മളെ KFCയുടെ ഓർഡർ കിട്ടി. KFCയിൽ എപ്പോഴും കുറച്ച് ലേറ്റാണ് കേട്ടോ. അത് അപ്പൂപ്പൻ്റെ കടയിനെ കൊണ്ടാണ്, പ്രായമില്ല, അതുകൊണ്ടായിരിക്കും. നമുക്ക് പോകേണ്ടത് തൊട്ടടുത്താണ് കേട്ടോ, 1.5 കിലോമീറ്ററേ ഉള്ളൂ. ആശീർവാദ് സിനിമാസാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് കൂടെ ഉണ്ടോ? अब कहाँ से आप? वेस्ट बंगाल बोलते हैं बार. हाँ, ഹിന്ദിക്കാരോട് സംസാരിച്ച ഹിന്ദി പഠിക്കാം. मेरा थोड़ा ഹിന്ദി മാലൂം ഹേ ഹായ് ഹോ ഹൗ. നമുക്ക് തൊട്ടടുത്താണ് കേട്ടോ. ചെറിയൊരു ഓർഡറാണ്. നമുക്ക് 19 അടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. 2 ദിവസം വളരെ ശോകമായിരുന്നു കേട്ടോ ഓർഡർ. ഞാൻ നേരെ ഇനി കൊല്ലത്തോട്ട് പോകും. കൊട്ടിയത്ത് കിടന്ന് ഓടാനാകില്ല, ഓർഡറും കുറവാണ്, പൊടിയും തിരക്ക്, റോഡ് പണിയാനും കൊണ്ട്. ഒരു ഓർഡർ അടിച്ച് കൊല്ലത്തോട്ട് വിട്ടു തന്നാൽ ഭയങ്കര ഉപകാരമാവും. സൊമാറ്റോ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ കേട്ടാ? ഒരു ഓർഡർ അടിച്ചേ കൊല്ലത്തോട്ടങ്ങ് വിട്ടാണ് കേട്ടാ. അങ്ങനെ നമ്മൾ ആ ഓർഡർ കൊടുത്തു. ഫസ്റ്റത്തെ ഓർഡർ കൊടുത്തു. നമുക്ക് 40 രൂപ കയ്യിൽ
ടിപ്പായിട്ട് കിട്ടി. 20 രൂപയുടെ ഓട്ടമാണ്, ചെറിയ 1.5 കിലോമീറ്റർ ഓട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ 40 രൂപ ടിപ്പ് കിട്ടി. നമ്മൾ രണ്ടാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് ബൈപ്പാസിലുള്ള ഹയാത്തിൽ നിന്നാണ്. ഇച്ചിരി ലോങ് ആണ് കേട്ടോ, 10-11 കിലോമീറ്റർ ഉണ്ട്. തങ്കശ്ശേരിയാണ്, കൊല്ലത്തോട്ടാണ്, കുഴപ്പമില്ല. ഇവിടുന്ന് 11 കിലോമീറ്ററോളം ഉണ്ട്. ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഓർഡർ റെഡിയായി, സാധനം എടുക്കാം. എഗ് ഫ്രൈ റൈസാണ്, 334. റെഡി കൊടുത്തു, 934. റെഡി കൊടുത്തു. നേരെ തങ്കശ്ശേരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് മാപ്പിടേണ്ട ആവശ്യമില്ല, നമുക്ക് സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മൾ മുമ്പ് സൊമാറ്റോ എടുത്ത് പറഞ്ഞ പോലെ കൊല്ലത്തേക്ക് ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ തങ്കശ്ശേരിയിലോട്ട് അടിച്ചു തന്നു. അപ്പോൾ താങ്ക് യു സൊമാറ്റോ താങ്ക് യു. ചില സമയത്ത് സൊമാറ്റോ മുത്താണ്, ചില സമയത്ത് സൊമാറ്റോ സൈക്കോയാണ്, എല്ലാം കൊണ്ടാണ് എന്നാണ് സൊമാറ്റോ. ഇതിവിടെ പാലത്തറ വരുന്ന അണ്ടർപാസ് ആണ് കേട്ടോ, NS ഹോസ്പിറ്റൽ അപ്പുറത്താണ്. നമുക്ക് ഇതുവഴി ചാടി അങ്ങ് നേരെ പള്ളിമുക്കി കയറാം. നല്ല വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. ഇത് നോക്കി, വെയിൽ മാറി ഇപ്പം മഴക്കോള് വന്നു. നല്ല മഴ പെയ്യും കേട്ടോ, അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഇത് ബീച്ചിൽ പോകുന്ന റോഡാണ്. ശേ, ബീച്ച് ഏതായിരുന്നു? തിരുമുല്ലാവാരം ബീച്ചല്ലേ, അടിപൊളി ബീച്ചാണ്. അവിടെ ഏതോ വലിയ ഹോട്ടലൊക്കെ വരുമെന്ന് അറിയാൻ കഴിയും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തിരുമുല്ല ബീച്ചിൻ്റെ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം, നമ്മൾ ഓർഡർ കൊടുത്തിട്ട്. അങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്തു. നമ്മൾ കസ്റ്റമറിൻ്റെ അവിടെ എത്തുമ്പോൾ ക്യാമറ ഓഫ് ചെയ്യും കേട്ടോ, അത് അവർ പ്രൈവസി. നമ്മൾ ഒരിക്കലും വീഡിയോ പോലും എടുക്കില്ല, എഡിറ്റ് ചെയ്യുന്നതല്ല, വീഡിയോ പോലും എടുക്കില്ല. നമ്മൾ ക്യാമറ കട്ട് ചെയ്യും എത്തുന്നതിന് മുമ്പ്. നമുക്കിതിൽ ഏകദേശം 198 രൂപയുള്ള 98 രൂപ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് തിരുമുല്ലാവാരം ബീച്ചിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാനൊന്നും സമയമില്ല കേട്ടോ, ഇപ്പോൾ പീക്ക് ടൈമാണ്. ഇവിടെ നമുക്ക് അടുത്ത ഓർഡറിന് വേണ്ടി പോകണം. ഉണ്ടോ, കടൽ ഇന്ന് വരെ ഉണ്ട്. ഇവിടെ വലിയ ഹോട്ടലൊക്കെ വരുന്നെന്ന് പറഞ്ഞു. അത് അവിടെയാണ് കേട്ടോ താജിൻ്റെ ഹോട്ടൽ കേട്ടോ. ഓ, അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര രസമാണ്. എന്നാൽ ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ എടുക്കാൻ പോവാം. നമ്മൾ പറഞ്ഞ പോലെ റൂട്ട്സിൽ തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ചെറിയ ഓർഡറാണ് കേട്ടോ. 20 രൂപ ടിപ്പ് തന്നിട്ടുണ്ട്. താങ്ക് യു രാജേഷ് ശിവൻ, താങ്ക് യു. നമുക്കിനി പോയി ഓർഡർ എടുക്കാം. വെള്ളയട്ടമ്പലത്ത് ഇവിടെയാണ് റൂട്ട്സ് ഉള്ളത്. ഓർഡർ റെഡിയാണ്. ചിക്കൻ ബിരിയാണിയാണ്. ജനിച്ച് 64.
വേണോ ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി 064. റെഡി കൊടുത്തല്ലോ പിന്നെ. നമ്പറില്ല കേട്ടോ. നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഡൗട്ടില്ല. തങ്കശ്ശേരി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ഓർഡർ കൊടുത്തില്ലേ, അതേ റൂട്ടിൽ തന്നെയാണ് പോകേണ്ടത്. അതേ റൂട്ട്. നമ്മളങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്തു. 45 രൂപ, അതായത് 20 രൂപ ടിപ്പും കൂടെ കൂട്ടിയിട്ടാണ് 45 രൂപ ഇട്ടിരിക്കുന്നത്. നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോകാൻ. ഇതുവഴി കറങ്ങി കൊല്ലത്ത് പോകാൻ പറ്റും. അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ. ഇത് എവിടെയാണ്? ഇതിൻ്റെ പേരിലാണോ? ബ്രോ ഹോട്ടൽ എവിടെയാ ഇത്? അരക്കല്ലോ എവിടെ? റൈറ്റിലോട്ടോ? അകത്താണോ? ഓഹോ. വീട്ടിനകത്താണ് കേട്ടോ. ഇത് റെഡിയായ ഒരു 34-25 വെജ് മീല്. നമ്മൾ ആ ഓർഡറും കൊടുത്തു. 24 രൂപ. സ്വാഭാവികം, ചെറിയ ഓർഡറാണല്ലോ. ഫ്രണ്ട്സ്, ഇപ്പോൾ 4:45. നമ്മളിപ്പം 7-ാമത്തെ 8-ാമത്തെ കണ്ട ഫുഡ് ഡെലിവറി ചെയ്തു. 30 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ബീച്ച് അല്ല, പിന്നെ കടൽ, തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. 31 രൂപ ടിപ്പും കൂടെ കൂട്ടി 31 രൂപയുള്ള 7 ട്രിപ്പായതേ ഉള്ളൂ. 61 രൂപ. അങ്ങനെ ഇങ്ങോട്ട് പോവാ. ഓക്കെ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ്. ഇത് തിരിച്ചു പോകണം, വണ്ടി ഇരിക്കാൻ സ്ഥലമില്ല. മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ തിരിക്കാൻ സ്ഥലമുണ്ട്. ആ വഴി കൂടെ തന്നെ തിരിച്ചു പോകാം. ഒരു ബൈക്ക് കഷ്ടിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴി ചെന്നിറങ്ങുന്ന സ്ഥലം നോക്കണേ. കടല്, അറബിക്കടല്. വാവോ, ഇപ്പം തിരയൊക്കെ കുറവാണ്. കടൽ രൂക്ഷമായ സമയത്ത് ഇങ്ങ് വരെ കയറി വരും കടൽ കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് വീടുണ്ടായിരുന്നു. വീടും തെങ്ങൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഈ റോഡിൻ്റെ ഇപ്പുറ വശവും. അതെല്ലാം കടൽ കൊണ്ടുപോയതാണ്. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുവാണ് കേട്ടോ. ഇതിലാണ് തീരദേശമായി വരുന്നത്. അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പോയില്ല. കുറച്ച് സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്തില്ല. അളന്ന് കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇതിലേക്ക് തീരദേശമായി വന്ന അടിപൊളിയായിരിക്കും അല്ലേ. സൂപ്പർ ഫ്രണ്ട്സ്. അങ്ങനെ 6:30 ഓർഡർ കിട്ടി. 92 രൂപയും 12 രൂപ ചാർജ്. ഇപ്പോൾ തീരും, എടുക്കട്ടെ. എൻ്റെ പുല്ല് 14 കിലോമീറ്റർ.
അത് എവിടെയായിരിക്കും? 14 കിലോമീറ്റർ. ഒരു 20 ലോങ് ഡിസ്റ്റൻസിൻ്റെ പിന്നെ ഇത് കിട്ടുമെന്ന് തോന്നുന്നു. എല്ലാം കൂടെ 130 രൂപ കിട്ടും. ഇതിലും 14 കിലോമീറ്റർ. എവിടെയായിരിക്കും? കഹുവയിലെത്തി. ആദ്യം എവിടെയാണ് എന്ന് നോക്കട്ടെ. ചിക്കൻ അൽഫാം കുഴിമന്തിയാണ്. ഡൽഹിയില് 0386. മഴ ചാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചിപ്പോൾ നല്ലിലയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ്. നമ്മൾ 2 ദിവസം മുമ്പ് വന്ന് എണ്ണ തീർന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ, നല്ലിലയിൽ. അങ്ങനെ 15 കിലോമീറ്റർ ഓടിക്കൊടുത്ത ഓട്ടത്തിന് എത്ര രൂപ കിട്ടി നോക്കാം. ഓക്കെ, ഓർഡർ ഡെലിവറി കൊടുത്തു. 104 പിന്നെ ഒരു 31. റെയിൻ ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ 136 രൂപ. റെയിൻ ചാർജ് 12 രൂപ, ലോങ് ഡിസ്റ്റൻസ് 31 രൂപ, 92 രൂപ ട്രിപ്പിന്. ഇപ്പോൾ കൊല്ലത്ത് റെയിൻ ചാർജ് സ്റ്റാർട്ട് ചെയ്ത് 7:11 ഇവിടെ എത്തിയത്. നമുക്ക് നേരെ കൊട്ടിയത്ത് പോവാം കേട്ടോ. 136 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 15 ഓർഡർ, ഇനി ഒരു 5 ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസെൻറ്റീവ് നമുക്ക് ഒരു 250 രൂപ കിട്ടും. നമ്മൾ ഓടി അങ്ങ് എത്തുമ്പോൾ 7:30 കഴിയും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നെല്ലിലയിൽ ഓർഡർ കൊടുത്തിട്ട് 7:30 കറക്റ്റ് 7:30 കൊട്ടിയത്ത്. കൊല്ലത്ത് പോകാൻ നിന്നില്ല, നേരെ കൊട്ടിയത്ത് വന്നു. കൊട്ടിയത്ത് നിന്ന് ഭയങ്കര ലോങ് ആയിരിക്കും കിട്ടുന്നതൊക്കെ. കൊട്ടിയത്ത് നിന്ന് ഒരു ഓർഡർ അടിച്ച് കൊല്ലത്തോട്ട് ഇട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സൊമാറ്റോ കേൾക്കുന്നുണ്ടോ? രാവിലെ പറഞ്ഞ പോലെ. അങ്ങനെ കൊട്ടിയത്ത് വന്ന് നമുക്കൊരു ഓർഡർ കിട്ടി. 6 കിലോമീറ്റർ ഉണ്ട്. ചാത്തന്നൂർ തൊട്ടങ്ങാണായിരിക്കും. ഓ, മയ്യനാടാണ്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് നേരെ കൊല്ലത്ത് പോകാം. നമ്മൾ ഓർഡർ എടുത്ത് യാത്രയിലാണ്. ഇവിടുന്ന് 7 കിലോമീറ്ററാ. എന്തൊരു പരിപാടിയുടെ 7 കിലോമീറ്റർ ഉണ്ട്. സൊമാറ്റോ കാണിച്ചിട്ട് 6 സംതിങ് ആണല്ലോ. ഇതിട്ട് 7:1. നല്ല റോഡതിനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, സ്മൂത്തായിട്ട് പോവാം നമുക്ക്. ഇവിടെ ട്രെയിൻ പോകാൻ കാത്തു നിൽക്കുകയാണ്. ഇതല്ലേ ഒക്കാത്തത്. എത്ര, ഒരു ട്രെയിനുണ്ടോ 2 ട്രെയിനുണ്ടോ എന്ന് ആർക്കറിയാം. നമുക്ക് ഇനി ഇവിടുന്ന് നേരെ കൂട്ടിക്കട വഴി അടുത്ത് ഇത് കൊടുത്തിട്ട് നേരെ കൂട്ടിക്കട വഴി തട്ടാമലയിൽ കയറാം. ട്രെയിൻ പോകുന്നു. ട്രെയിൻ ഏത് ട്രെയിനാണ്? ഇന്ത്യൻ ട്രെയിനാണ്. കോച്ച് എന്തോ പഴകിയ കോച്ച്. ഈ മഞ്ഞ പെയിൻറ്റ് കോച്ചിന് കണ്ടു അല്ലേ? ഒട്ടും കാണാൻ പറ്റില്ല. എന്തൊരു തിരക്കാണ്. ട്രെയിൻ നോക്കി തല ഇറങ്ങും. എന്താണ് ട്രെയിൻ? ഈ ചോപ്പ് മാറി മറ്റേത് കളറാണ്? ഓറഞ്ച് കളറല്ലേ? അപ്പോൾ ഒരു സമാധാനമാണ്. ഉണ്ടോ ട്രെയിൻ? ഇനി കാണും. ഇപ്പം ട്രെയിനൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയം ചൂടൻ കേൾക്കുന്നുണ്ട്. പോകുന്നു. ഇത് മഞ്ഞായിരിക്കത്തില്ലേ? മഞ്ഞായിരിക്കില്ലേ? ചുമന്നതായി.
ഫ്രണ്ട്സ്, ഇനിയുണ്ട് ട്രെയിൻ. 2 ട്രെയിൻ പോയാൽ 3ാമത്തെ ട്രെയിനുണ്ട്. 8 മണിക്ക് വന്നു, ഇവിടെ 8:10. ഇതിപ്പോൾ 3ാമത്തെ ട്രെയിൻ. ഇത് ചുമ സന്തോഷം. എനിക്ക് വെയിറ്റ് ചെയ്തതാലും എന്താ ചുവന്ന ട്രെയിനാണ്. ഇനിയും ഉണ്ടാടെ ട്രെയിൻ. ഇതെല്ലാം കൂടെ ഒരു സമയത്ത് പോകുന്നില്ല. പെട്ടെന്നില്ല പോസ്റ്റ് എന്താണ് അന്തം വിട്ട പോസ്റ്റ്. ഇതിപ്പം ഓർഡർ ഡിലേ ആവും. ഇനിയെങ്കിലും ഓറഞ്ച് ആവുമോ? ഓറഞ്ചായി. 10 മിനിറ്റാണ്. ഫാസ്റ്റാണ്. സെൻട്രൽ സ്റ്റാൻഡേർഡ് ടിക്കർ അടിക്കുക. സെൽഫില്ലെങ്കിൽ ആള് പുലിയാണ്. ഇവിടെ ഒരു അംഗമാണ് ആനേ. രണ്ട് പടയാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. അതിനിടയ്ക്ക് വണ്ടി നിന്ന് പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. അയ്യോ, ഇപ്പം അങ്ങോട്ട് പോയത് ടാറ്റാ വണ്ടി. അംഗം കഴിഞ്ഞു. നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. അതിന് വേറെ 130 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിയാൻ റോഡ് എവിടെ റോഡ് ലെഫ്റ്റ് തിരിയാൻ? ഇടവഴിയാണല്ലേ. ഇടവഴിയിൽ എത്താൻ സാധ്യതയുണ്ട്. കറങ്ങ് 80 രൂപ. നമ്മൾ മയ്യനാടിന്ന് ഓർഡർ കൊടുത്ത് വന്നിട്ട് പള്ളിമുക്കിന്ന് നമ്മൾ തട്ടാമല വന്ന് ഇപ്പോഴും തട്ടാമലയിൽ നിന്ന് ബിസ്മില്ല ഹോട്ടലിൽ നിന്ന് അടിച്ച് വീണ്ടും ഒരു 10 കിലോമീറ്റർ അപ്പുറം. അതങ്ങ് വെള്ളയട്ടമ്പലം ആ ഭാഗത്താണ് കേട്ടോ. 10 കിലോമീറ്റർ. വെള്ളയട്ടമ്പലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ്. ഇവിടുന്നൊക്കെ ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ റൂട്ട്സിൽ നിന്ന് ഓർഡർ ചിലപ്പോഴടിക്കും ഈ ഭാഗത്തോട്ട് വന്നാൽ. നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇതില്ല. ഹിന്ദിക്കാരനാണ്. ചിലപ്പോൾ ലൊക്കേഷൻ അങ്ങനെ തെറ്റി കാണുമോ എന്തോ. ഇവിടെ ആണ് വഴി തീർന്നോ? വിളിച്ചോക്കെ. പൈസ വാങ്ങാനുള്ളതാണ് കേട്ടോ. നമുക്ക് കസ്റ്റമറിൻ്റെ നമ്പരും കിട്ടത്തില്ല, നമ്മളൊക്കെ നമ്പർ കസ്റ്റമറിനും കിട്ടൂല കേട്ടോ. അത് അവരുടെ സിസ്റ്റത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഹിന്ദി പാട്ട്, ഹിന്ദിക്കാരൻ തന്നെ. ഹലോ, സൊമാറ്റോ ആണ്. ലൊക്കേഷൻ ആയേഗ. ഹലോ, लोकेशन से आएगा. रोड साइड मैं रोड साइड थोड़ा अंदर है. ये मट्टी रोड. हाँ, $228. गंगाराम
ऑनलाइन आएगा। हाँ ओके इधर इधर आओ थोड़ा हिंदी मालूम? हिंदी थोड़ा मालूम। हाँ पकड़ो। कहाँ से है? यूपी। यूपी है आप? हाँ सेम है। सेम यूपी से कहाँ किधर? फतेहपुर। फतेहपुर फतेहपुर है? कानपुर मालूम? कानपुर मालूम? कानपुर मालूम। इधर क्या काम है? इधर स्टिचिंग हाँ स्टिचिंग है। स्टिचिंग? क्या स्टिचिंग? ड्रेस? ना हाँ? सीलिंग सीलिंग कटन। ഓ നമ്മൾ റോഡ്സിൻ്റെ അവിടെ വന്നു 9:10 ഒരു 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറിൽ എനിക്കൊരു 3 ഓർഡർ കിട്ടിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 757 കിട്ടി. ഒരു 3 ഇതും കൂടെ കിട്ടിയ 250 രൂപ എക്സ്ട്രാ കിട്ടി. 3 മണിക്കൂറുണ്ട്. പക്ഷെ ചിലപ്പം വലിപ്പിച്ച് കളയും, ചിലപ്പം തരും, പറയാനും നോക്കില്ല. 9:30 ആയി ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഓർഡറൊന്നും അടിച്ചില്ല. 9:25 പിന്നെ നേരെ നാം ചിന്നക്കട വന്നു. ഈ ലോങ് ഓർഡർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 15 തേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 9:42 കാണുന്നുണ്ടോ? 9 മണിക്ക് 12ാമത്തെ ഓർഡർ കഴിഞ്ഞതാണ്. പിന്നെ വെറും 3 ഓർഡർ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 9:42 മനസ്സിലങ്ങനെ 9 മണിക്ക് വന്നിട്ട് 10 മണിക്ക് അടുത്ത ഓർഡർ കിട്ടി. ഗീതത്തിൽ നിന്നാണ്. നമ്മളെന്തായാലും സാധനം എടുത്തിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഒരു ഓർഡർ കിട്ടാൻ വെയിറ്റ് ചെയ്തത്. എന്തല്ലേ ആ ഓർഡർ 3.7 കിലോമീറ്റർ ദൂരമുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ 13 ഓർഡറാണ് ഫിനിഷ് ചെയ്തത്. സമയം ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച ഒറ്റ ഓർഡറിന് 300 രൂപ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസവും ഒറ്റ ഓർഡറിന് എനിക്ക് 250 രൂപ നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ആഴ്ച 2 തവണ 250 രൂപ ഒറ്റ ഓർഡറിന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഒറ്റ ഓർഡറിന് 300 രൂപ, അതാ ഞായറാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് സൊമാറ്റോയൊന്നും കുറ്റം പറയുന്നില്ല. അവർ ഓർഡർ കിട്ടിയ അവർ തരുമായിരിക്കും. പക്ഷേ നിങ്ങളിങ്ങനെ ഒറ്റ ഓർഡറിനൊക്കെ നമുക്ക് 250 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, ഓഹോ സത്യം പറഞ്ഞ ഓർഡർ അടിച്ചോ എന്ത്? പക്ഷെ ഇനി ഒരു ഓർഡറും കൂടെ വേണമല്ലോ. പ്രതീക്ഷ കൈ വിടുന്നില്ല ഗൈസ്, പ്രതീക്ഷ കൈ വിടുന്നില്ല. ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ചിക്കിങ്ങിൽ നിന്നാണ്. പക്ഷെ അവിടെ പോയി 1 മണിക്കൂർ ക്യൂ നിൽക്കണം. ടിപ്പ് തന്നിട്ടുണ്ട് നമുക്ക്, ഗെവിൻ വില്യംസ്. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് പോവാം. അത് നമുക്ക് സൊമാറ്റോയോടുള്ള ദേഷ്യം ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഇത്രയും നേരം 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് ഒറ്റ ഓർഡറിന് നമുക്ക് കിട്ടുന്ന ആ ഇൻസെൻറ്റീവ് 250 കിട്ടിയാൽ 550 ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. ആ 250 രൂപ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ ഒറ്റ ഓർഡറിനൊക്കെയാണ് ഈ ആഴ്ചയിൽ തന്നെ എത്ര തവണ പോയിരുന്നത്? 2 തവണ. കഴിഞ്ഞ ഞായറാഴ്ച ഒറ്റ ഓർഡറിന് 300 രൂപ. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ 2 ഓർഡറിനാണ് 250 രൂപ പോയത്. അങ്ങനെ 14ാമത്തെ ട്രിപ്പായിട്ട് നമ്മൾ പോവുകയാണ്. 11:15 കേട്ടാ. ഇവിടെ പക്ഷേ എന്താണ്, റെയിൽവേ ഗേറ്റ് ഉണ്ട്. അത് അടയ്ക്കുമോ എന്നോ എന്നറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ 10 മിനിറ്റ് പോകും. തുറന്ന് കിടക്കുവാണ്. രാത്രി ഡെലിവറി ചെയ്യാനുള്ള സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ഇങ്ങനെയാണ്, ഫ്രീ ആയി കിടക്കും. ഏത് റോഡിലും ഒരു വാഹനവും കാണില്ല.
നമ്മളിപ്പം 11:20 കേട്ടോ. വല്ലപ്പോഴും ഇതേപോലെ വാഹനങ്ങളൊക്കെ വരും, പക്ഷെ നമ്മൾ പതിയാണല്ലോ പോകുന്നത്. കണ്ടോ ഇവിടെ ഓക്കെ അറിയാം. കണ്ടോ 21 കിലോമീറ്റർ കണ്ടോ. ഇത്ര സ്പീഡിന് ഇവിടെ നമുക്ക് പോകാൻ പറ്റും. മൊത്തം വളവും തിരുവാണ്. ഒരു പെരിച്ചാഴി ചത്ത കിടക്കുന്നു. നമുക്കിവിടെ വലിയ സ്പീഡിനൊന്നും പോകാറില്ല. കണ്ടത് 32 കിലോമീറ്റർ, 35, 40 അതിൽ കൂടുതലൊന്നും പോകാറില്ല. പക്ഷേ ബ്ലോക്ക് കാണൂല, നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇനി നമുക്ക് 1.5 കിലോമീറ്ററും കൂടെ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ 14ാമത്തെ ഓർഡർ 11:30. ഇനി ഒരു ഓർഡറാണ്, അരമണിക്കൂറും കൂടെ ഉള്ളൂ. ഇതിന് ടിപ്പ് സൈഡ് 56 രൂപ കിട്ടി. ഓർഡർ അടിച്ച് കഫേ അറേബ്യ നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാണ്. ഇത് ലോങ് ആണ് കേട്ടോ, 6-7 കിലോമീറ്റർ ഉണ്ട്. പോയി ഇന്ന് നമുക്ക് 250 രൂപ ഇൻസെൻറ്റീവ് ഇട്ടിരിക്കുകയാണ്. സൊമാറ്റോ മുത്താണ്. ഞാൻ സൊമാറ്റോ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും, സൊമാറ്റോ ഓർഡർ വരുന്നില്ലെന്നൊക്കെ പറയും. അത് ഞാൻ സൊമാറ്റോ തമ്മിലുള്ള ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. താങ്ക് യു സൊമാറ്റോ, താങ്ക് യു സൊമാറ്റോ. എങ്കിലും 19 ഓർഡർ തരാമായിരുന്നു കേട്ടോ. കുറേ നേരം വരുന്നു ഇരുന്ന്. അറേബ്യൻ കഫേയിലെത്തി. ചിലപ്പോൾ നല്ല പോസ്റ്റ് വരും, നോക്കാം എന്താ ഐറ്റം. റെഡി. ഓ മൈ ഗോഡ്. ബ്രോ 24:37. റെഡി അടിച്ചു. രാത്രി 12 മണിക്ക് നമ്മുടെ കൊല്ലം ചിന്നക്കടയിലെ കാഴ്ചകളാണ്. വണ്ടികൾ വളരെ കുറവാണ്. ജനമായി കിടക്കുന്ന കൊല്ലം ചിന്നക്കട സർക്കിൾ. അങ്ങനെ ഗൈസ് നമ്മൾ 15ാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോയാണ്. 580 മീറ്ററും കൂടിയുള്ള. അപ്പോൾ ഒന്ന് ഇൻസെൻറ്റീവ് 250 രൂപ കിട്ടി. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ 15ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. $47. 9 കിലോമീറ്റർ ഓടിയിട്ട് അത്രയേ ഉള്ളൂ. നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം. 1107 രൂപ. അത് ഈ ഇതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. അവിടെ ആരും നോക്കിയിട്ട് നമ്മളെ 250 ഇൻസെൻറ്റീവ് കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ 1107 ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ് ഇന്നത്തെ 12 മണിക്കൂറത്തെ പണി കഴിഞ്ഞു. ടോട്ടൽ 1100 സംതിങ് കിട്ടിയിട്ടുണ്ട്. എണ്ണടി ഒരു 350 രൂപ എണ്ണ അടിച്ചിട്ടുണ്ട്. ബാക്കി എത്രയാണ്? ഒരു 800 രൂപ, 750, 800 രൂപ കിട്ടിയിട്ടുണ്ട്. ഹാപ്പി 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 ഹാപ്പി. വളരെ വളരെ സന്തോഷം. 250 കിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് 550 കിട്ടണ്ട, അത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അത് എന്നൊന്നും കിട്ടണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ 250 കിട്ടണം കേട്ടോ. ഒരു 15 ഓർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും നമുക്ക് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഡൗട്ടുകൾ, സൊമാറ്റോയെ കുറിച്ചുള്ള ഡൗട്ടുകൾ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം.